ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോ കുറേ പേര് കണ്ടിരുന്നു, കുറേ പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് നന്നായി എന്ന് പറഞ്ഞു. കുറേ പേർക്ക് എന്നാൽ ഇതിൽ കുറേ സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ശേഷം വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ശേഷം വെള്ളം കുടിക്കണം എന്നല്ല, നൈറ്റിൽ വിശക്കുന്നുവെങ്കിൽ ആ വിശപ്പിന് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് പകരം നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാവർക്കും അത്ര ക്ലിയർ ആയില്ല. അപ്പം 7 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ട് 7 മണിക്ക് ശേഷം വിശക്കുകയാണെങ്കിൽ ആ വിശപ്പിനെ ഇല്ലാതാക്കാനായിട്ട് വെള്ളം കുടിക്കണം. കൂടാതെ എല്ലാ ഭക്ഷണത്തിന് ശേഷം കട്ടൻ കാപ്പി കുടിക്കുക വഴി മെറ്റബോളിസം വർദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കട്ടൻ കാപ്പി എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി മധുരം ഇല്ലാതെയാണ് കുടിക്കേണ്ടത്. ഇത് നമ്മുടെ മെറ്റബോളിസം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇനി ഞാൻ ഇതുവരെ ഡയറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഫുഡ് കുറച്ചുകൊണ്ട് വരികയാണ് ഈ ഡയറ്റിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ധാരാളം ഫുഡ് കഴിക്കുന്നവരായിരിക്കും അല്ലേ? അന്നേരം ഡയറ്റിലോട്ട് കിടക്കുമ്പം ഇന്ന് പെട്ടെന്ന് ചാടി ഡയറ്റിലോട്ട് കിടക്കുകയല്ല വേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ്, ധാരാളമായിട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ അളവ്, ഹെൽത്തി അല്ലാത്ത ഫുഡിൻ്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് വരണം. ചോറും കപ്പയും പഞ്ചസാര അടങ്ങിയ ധാരാളം സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. നമുക്ക് സുലഭമായി ലഭിക്കുന്നതും അതുതന്നെയാണ്. അപ്പം നമ്മൾ എന്താക്കുക, അത് പരമാവധി നമ്മുടെ മനസ്സിൽ വെക്കുക. നമ്മൾ ഡയറ്റിലാണെന്ന് വെക്കുക. ആ ശക്തമായ തീരുമാനം മനസ്സിൽ വെച്ച ശേഷം ഹെൽത്തി അല്ലാത്ത ഫുഡുകൾ നമ്മൾ കുറച്ചുകൊണ്ട് വരണം. ഹെൽത്തി അല്ലാത്ത ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. പഞ്ചസാര അടങ്ങിയതും ഉപ്പ് അടങ്ങിയ സാധനങ്ങളുണ്ട്. ചോറ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. അപ്പോൾ ചോറൊക്കെ കുറച്ചുകൊണ്ട് വരിക. പിന്നെ ബേക്കറി ഐറ്റംസ് പെട്ടെന്ന് നമുക്ക് വിശപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ കടയിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്ന ഓയിൽ ഫുഡും ഐസ്ക്രീമൊക്കെ നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്ത് ആദ്യമേ തന്നെ വേണ്ടാന്ന് വെക്കാതെ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസിലോട്ട് കടന്നു വരിക. ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാരണം ഡെലിവറി ടൈമിൽ എൻ്റെ വെയിറ്റ് 110 കിലോ ആയിരുന്നു. 110 കിലോ എന്നുള്ള വെയിറ്റ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം 86 കിലോയിലോട്ട് വന്നു. ഈ പിക്ചറിൽ കാണുന്നത് 86 കിലോ 87 കിലോ ഒക്കെ ഉള്ള വെയിറ്റാണ്. ആ പിക്ചറാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. ആ 86 കിലോ എന്നുള്ള വെയിറ്റ് മാറുന്നേ ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഡയറ്റിലോട്ട് വന്നപ്പം ഇപ്പോൾ അത് 68 കിലോയിലോട്ട് മാറി. അങ്ങനെ വെയിറ്റ് നല്ലോണം കുറഞ്ഞു വന്നു. എന്നെ അറിയുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലുണ്ട്. അവരിൽ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ഇങ്ങനെ ലോസ് ആയെന്ന്. അപ്പം എനിക്ക് ഈ വീഡിയോയുടെ എൻ്റെ ഈ അനുഭവം മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡയറ്റിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്ന ഫുഡ് ഐറ്റംസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇനി വരും വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.